രുചിയുടെ രാജകീയ വിരുന്ന്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഭാരതീയ ഇതിഹാസത്തിലെ ഏറ്റവും പ്രസക്തനായ ഒരു പാചകക്കാരനെ കുറിച്ചാണ്, നളൻ. ആരാണ് നളൻ? മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് നളൻ. നിഷധ രാജ്യത്തെ രാജാവായിരുന്ന നളൻ ദമയന്തിയുടെ ഭർത്താവാണ്. നളന്റെ കഥ പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രാജകീയ ജീവിതത്തെക്കുറിച്ചും ചൂതുകളിയിൽ തോറ്റ് കാട്ടിലലഞ്ഞതിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ നളൻ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പാചക കലയുടെ പേരിലാണ്. ദൈവങ്ങൾ പോലും ആദരിച്ച പാചക വിദഗ്ധൻ. നളൻ വെറുമൊരു രാജാവ് മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന് പാചകകലയിൽ അഗാധമായ അറിവുണ്ടായിരുന്നു. ഒരിക്കൽ ദേവലോകത്ത് വെച്ച് ദേവന്മാർ പോലും നളന്റെ പാചകത്തെക്കുറിച്ച് കേട്ട് അത്ഭുതപ്പെട്ടു പോയെന്ന് ഐതിഹ്യങ്ങളുണ്ട്. നളന്റെ പാചകത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാചക വിദഗ്ധം ഒരു വരം പോലെയായിരുന്നു. നളൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിന് ഒരു പ്രത്യേക ദിവ്യത്വം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ പാചകത്തിന് നളപാചകം എന്ന പേര് വന്നത്. ദമയന്തിയെ പിരിഞ്ഞ് കാട്ടിലൂടെ അലയുമ്പോൾ നളൻ ഋതുപർണൻ എന്ന രാജാവിൻ്റെ അടുത്ത് ബാഗുകൻ എന്ന പേരിൽ ഒരു പാചകക്കാരനായി ജോലി ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നളൻ തൻ്റെ പാചക വൈദഗ്ധ്യം ഉപയോഗിച്ച് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കി രാജാവിനെയും മറ്റുള്ളവരെയും അത്ഭുതപ്പെടുത്തി. ഒരുപാട് വിഭവങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കുവാനുള്ള കഴിവ് നളനുണ്ടായിരുന്നു. ഇന്നും കേരള സമൂഹത്തിൽ നളപാചകം എന്ന വാക്ക് കേട്ടാൽ അതിനെ വിശേഷിപ്പിക്കുന്നത് രുചികരമായ ഭക്ഷണത്തെയാണ്. നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സാധാരണയായി പറയാറുണ്ട്, ഇതൊരു നളപാചകം ആണ് എന്ന്. നളന്റെ പാചകത്തെക്കുറിച്ചുള്ള കഥകൾ തലമുറകളായി കൈമാറി വരുന്നു. അദ്ദേഹത്തിൻ്റെ പാചകത്തോടുള്ള അഭിനിവേശം നമ്മളെയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നളപാചകം എന്നത് കേവലം ഒരു രാജാവിൻ്റെ പാചകത്തെക്കുറിച്ചുള്ള കഥ മാത്രമല്ല, അത് കലയും രുചിയും ചേർന്ന ഒരു ഇതിഹാസമാണ്. നളൻ ഒരു സാധാരണ പാചകക്കാരനായിരുന്നില്ല. നളൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അതിശയകരമായ രുചിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പല വിഭവങ്ങൾ വളരെ വേഗത്തിൽ ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. വിറകില്ലാതെയും തീയില്ലാതെയും ഭക്ഷണം പാകം ചെയ്യാൻ നളന് കഴിഞ്ഞിരുന്നു എന്നും കഥകളുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ പാചക വൈദഗ്ധ്യത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചുകൊള്ളുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിച്ചുകൊള്ളുന്നു. ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം കൂട്ടുകാരെ.